എന്നേ നമുക്കങ്ങോട്ട് ഒരു ചിക്കൻ ഷവായി ഉണ്ടാക്കാം. എന്നിട്ട് കുറച്ച് നമ്മുടെ വറ്റൽമുളക്, ഇത്തിരി വെള്ളം, ഒരു 2-3 സ്പൂൺ വിനാഗിരിയും ഇട്ടിട്ട് അത് കട്ട് ചെയ്തിട്ട് അത് കുത്താൻ വെക്കുക. ഫസ്റ്റ് അതാണ് വേണ്ടത്. അത് മാറ്റി വെച്ചിട്ട് കുറച്ച് ഇഞ്ചി, കുറച്ചുള്ളി, ഒരു 10-15 ഉള്ളി, ഒരു 10-15 വെളുത്തുള്ളി, പിന്നെ 2 തക്കാളി കൂടി അങ്ങോട്ട് എല്ലാം കൂടി അങ്ങോട്ട് മിക്സിക്കകത്തിട്ടുണ്ടല്ലോ നല്ല അടി 2 മതി. അത് ചെയ്യുമ്പോൾ നല്ല കുഴമ്പ് രൂപത്തിലും കിട്ടും. അടിക്കാൻ വേണ്ടിയിട്ട് ഇത് ഇട്ടിട്ട് പിന്നെ വേറെ കാര്യമുണ്ട്. മാറിട്ടാൽ പോരാ, നമുക്ക് കുറച്ച് മസാലയും കാര്യങ്ങളൊക്കെ ഇല്ലേ. അതിനുണ്ട് ഒരു ഏകദേശം എന്ന് പറഞ്ഞാൽ 1 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമ്മൾ നേരത്തെ കൊളുത്തി വെച്ച മറ്റേ ഇതുണ്ടല്ലോ, ഇത് മുളകും വിനാഗിരി വെച്ചിട്ട് നമുക്ക് കുതിച്ച് വെച്ചിട്ടില്ലേ, അതും കൂടി ഇടണം. എന്നിട്ട് നമുക്ക് കുറച്ച് മല്ലിയില, അത് ഓപ്ഷനാണ്, വേണമെങ്കിൽ മതി. ഇതിട്ട് അങ്ങോട്ട് അരച്ചങ്ങോട്ട് മാറ്റി വെക്കുക. എന്നിട്ട് ചിക്കൻ അങ്ങോട്ട് നല്ല കൊത്തുക. ഇതിന് ഈ മാരിനേറ്റ് ചെയ്യുമ്പോഴേ ഇതൊക്കെ ചിക്കനകത്ത് പിടിക്കണമല്ലോ, അത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് അത്യാവശ്യം നല്ല കുത്തുക. നിങ്ങൾക്ക് ആരുടെയും ദേഷ്യം ഉണ്ടെങ്കിലല്ല, ആദ്യം നമുക്ക് മനസ്സിൽ വെച്ചിട്ട് അങ്ങോട്ട് കുത്തി കഴിഞ്ഞിട്ട് നമുക്ക് നേരത്തെ അരച്ച് വെച്ച മറ്റേ പേസ്റ്റ് ഉണ്ടല്ലോ, ആ പേസ്റ്റ് അങ്ങോട്ട് നേരത്തേക്ക് ഇങ്ങോട്ട് ഒഴിച്ചും കൊടുത്തിട്ട് അങ്ങോട്ട് നോക്കിക്കണം. നന്നായിട്ട് അങ്ങോട്ട് അരച്ചങ്ങ് പിടിപ്പിച്ചങ്ങോട്ട് കഴിയുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മൾ ഉള്ളിലേക്ക് കിട്ടുക. നമ്മൾ ചിക്കൻ്റെ അകത്ത് കെട്ടിയിട്ട് കൊടുക്കണേ, അതല്ലെങ്കിൽ അവിടേക്കൊന്നും നമ്മൾ മസാല ഇല്ലില്ല, ഗ്യാപ്പ് ഉണ്ടല്ലോ, അത് വയറ്റിനകത്തുള്ള അതിനകത്തേക്ക് ഇങ്ങോട്ട് തീയിട്ടിട്ട് 3 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചു. ആ 3 മണിക്കൂർ അങ്ങോട്ട് കഴിയുമ്പോൾ ഈ സാധനങ്ങൾ സെറ്റായി കഴിയുമ്പോൾ ഒരു കുക്കർ എടുത്തിട്ട് ഈ ചിക്കൻ അങ്ങോട്ട് ഇറക്കി അങ്ങോട്ട് വെക്കുക. വെച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള ആ ഗ്രേവിയും കൂടി അങ്ങോട്ട് ഒഴിച്ചങ്ങ് കൊടുത്തിട്ട് ഒരു ഹൈ ഫ്ലെയിമിൽ 1 വിസിലും ലോ ഫ്ലെയിമിൽ ഒരു 3 വിസിലും അങ്ങോട്ട് ആക്കി സെറ്റാക്കി എടുക്കണം. സെറ്റാക്കി അങ്ങ് എടുത്ത് കഴിഞ്ഞിട്ട് ആ ചിക്കൻ അങ്ങോട്ട് മാറ്റിയിട്ട് ഒരു പാൻ എടുത്തിട്ട് ഇത്തിരി സൺഫ്ലവർ ഓയിലും വെച്ചിട്ട് ആ ഗ്രേവി മാത്രം എടുത്തിട്ട് അങ്ങോട്ട് കുറുക്കി എടുക്കുക. കുറച്ച് നേരം അങ്ങോട്ട് കുറുക്കിയെടുക്കുക. അത്യാവശ്യം ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് ഇത്തിരി വെള്ളപ്പരുവായിരിക്കും. അപ്പോൾ അതങ്ങ് മാറ്റിയിട്ട് നമുക്ക് കുറുക്കി അങ്ങ് എടുത്തിട്ട് നേരത്തെ വെച്ച ആ ചിക്കൻ ഉണ്ടല്ലോ അതും കൂടി ഇങ്ങോട്ട് പെറുക്കിയല്ല അങ്ങനെ വെക്കുക. പക്ഷേ ഗൈസ് പളിപ്പോയി, വേവിച്ചിട്ട് കൂടിപ്പോയി. ഒരു നേരത്തെ പറഞ്ഞ കണക്കുണ്ടല്ലോ, അതൊരു 5 വിസിലായിപ്പോയി. 5 വിസിലായി കഴിഞ്ഞാൽ ഇതേപോലെ ആയിപ്പോവും. എന്നിട്ട് ആ ഗ്രേവി ഇങ്ങോട്ട് നേരത്തെ പ്ലേറ്റിനകത്ത് ഇങ്ങോട്ട് ആക്കിയിട്ടേ ആ ചിക്കനും എടുത്തങ്ങ് വെച്ചിട്ട് എന്താ ഒരു 3-4 ചപ്പാത്തിയും ഇത് മയോണൈസും കൂടി കൂട്ടിയിട്ടുണ്ടല്ലോ, കഴിച്ച് കഴിഞ്ഞിട്ട് പോനെ. പിന്നെ നമ്മൾ ഈ 1000-600 രൂപയ്ക്ക് പുറത്തൊക്കെ പോയി കഴിക്കണ ചിക്കൻ്റെ 10 മടങ്ങ് ടേസ്റ്റാണ് സാധനം. കാരണം നമ്മുടെ ഹോം മെയ്ഡാണ്, നമുക്കറിയാം. ഈ പുറത്ത് കഴിക്കുമ്പോൾ ചിലപ്പം വല്ല ഇതുണ്ടോ എന്നൊക്കെ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാകും. എന്ന് വെച്ചാൽ പല സ്ഥലങ്ങളിലും പല വാർത്തകളും കേട്ടിട്ടുണ്ട്. പുഴുവിനെ കിട്ടിയെന്നൊക്കെ കേട്ടിട്ടുണ്ട്, എനിക്കറിയില്ല, എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ ഈ സാധനം കഴിച്ചു നോക്കും, വീട്ടിലുണ്ടായി കഴിച്ചു നോക്കും. കിട്ടില്ല സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കനും കൂടെ നമ്മൾ വായി വെച്ച് കഴിഞ്ഞാൽ ചവക്കണ്ട, കംപ്ലീറ്റ് ആണ് അല്ലിന്ന് പോണ പോലെയാണ്. അപ്പോൾ തന്നെ കണ്ടല്ലോ നമ്മുടെ ആ എല്ല് വരെ ഇങ്ങനെ പൊടിഞ്ഞ് കിടക്കുന്നത്. ഇത്തിരി മറ്റേ ലൈമും കൂടി ഇങ്ങനെ പിഴിഞ്ഞ് വെച്ചിട്ടേ ചപ്പാത്തി ആ മയണൈസ് കൊണ്ട് ഇങ്ങനെ കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ കിടിലെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല. കിടിലൻ ഹോം മെയ്ഡ് സാധനം. ഓക്കെ.